അപ്പോൾ എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ HDFCയിൽ എടുത്തിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുക്കുന്നതിന് മുമ്പല്ല, ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രിപ്റ്റ് കൊള്ളാം, സ്വിംഗ് ട്രേഡിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണിപ്പോൾ എന്ന് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം HDFC നല്ല പോലെ തന്നെ മുകളിലോട്ട് പോയി. നല്ലൊരു അപ് ട്രെൻഡ് തന്നെ HDFCയിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. ഞാൻ സ്പെസിഫിക് ആയിട്ട് എല്ലാവരും തെറ്റിക്കുന്നതുകൊണ്ട് HDFC ബാങ്ക് അല്ല, HDFCയിലാണ് സ്വിംഗ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ HDFC ബാങ്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ HDFC ടോപ്പ് ഗെയിനേഴ്സിൻ്റെ ലിസ്റ്റിൽ വരെ വന്നു. അപ്പോൾ അത് നല്ല കാര്യമാണ് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഈ HDFCയിൽ ട്രേഡ് എടുത്തത്, അതിൻ്റെ റീസൺ, അതിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്നത് HDFCയുടെ 1 hour ടൈം ഫ്രെയിമുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2139 140 എന്നുള്ളൊരു പ്രൈസിലാണ് ഞാൻ എൻട്രി എടുത്തത്. അതായത് ഏകദേശം ഈ ഒരു ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്നുണ്ടല്ലേ, ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ കണ്ടില്ലേ, ഈ ഒരു 2 വൈറ്റ് ലൈൻസ്, ഈ ലൈനും അതുപോലെ തന്നെ ഈ ലൈൻ, ഈ 2 ലൈനുകളുടെ ഇടയിൽ സ്റ്റോക്ക് കുറേ വട്ടം വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു സോണിൻ്റെ ഇടയിൽ ബൗൺസ് ചെയ്തിട്ട് തിരിച്ച് നല്ലപോലെ കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് സോണാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സോൺ ഇതൊരു സപ്പോർട്ട് സോണാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു എന്താ പറയുക, എററുകൾ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സോണിനെ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് ഈ 2 ലൈനുകൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2 ലൈൻസിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സോൺ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് കൊറോണയൊക്കെ വന്നിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ലോണം താഴോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഒരു റീജിയനിലെത്തിയപ്പോൾ ഞാൻ ചാർട്ട് ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വൈറ്റ് ലൈനാണല്ലോ, ഇതാണല്ലോ നമ്മുടെ സോൺ. ഈ 2 വൈറ്റ് ലൈനിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ സോൺ. ഇവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ എത്തി പ്രൈസ് ഇതിനെ ക്രോസ് ചെയ്തു, മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. അങ്ങനെ വീണ്ടും ഈ സോണിൻ്റെ മോൾ ഭാഗത്ത് തട്ടിയിട്ട് വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും അടിഭാഗത്തിൽ റീടെസ്റ്റ് ചെയ്തു. അതായത് ഈ ഒരു 1939 ഈ ഒരു സോണിൽ 1900 ഈ ഒരു റീജിയനിൽ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതെന്തായാലും ബ്രേക്ക് ചെയ്യും, കാരണം HDFC അങ്ങനെ താഴോട്ട് പോകുന്ന ഒരു കമ്പനിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്യുമെന്നറിയാം. ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇത് 3-ാം തീയതി നവംബർ 3-ന് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം ഞാൻ അധികം ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു 3-ാം തീയതി ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കുറച്ചൊന്ന് പ്രൈസ് കയറിയിട്ട് ഈ 2135 എന്നീ ഒരു ലെവലിൽ വീണ്ടും റെസിസ്റ്റൻസ് ഇവിടെ ആയിട്ട് ആക്ട് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് വന്ന് വീണ്ടും നമ്മുടെ ഈ സോണിൽ തന്നെ ബൗൺസ് ബാക്ക് ചെയ്ത് സോണിൻ്റെ മോൾ ഭാഗത്ത് റീടെസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഞാൻ 2-ാം തീയതി HDFCനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ ഒന്നുകൂടി സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു റീജിയൻ, അതായത് 2140 എന്ന ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. നവംബർ 9-ാം തീയതി ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് വന്ന് ഇവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2139 140 എന്നൊരു പ്രൈസിൽ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയനിൽ ഞാൻ എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തു, ഓർഡർ എക്സിക്യൂട്ടായിട്ട് പിന്നെ നിങ്ങൾ നോക്കിയേ എത്ര നല്ലൊരു മൂവാണ് നമുക്ക് കിട്ടിയത്. നമ്മളൊന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പോൾ 2139 140 എന്ന് കൂട്ടാം, 145 എന്ന് നിങ്ങൾ പിടിച്ചോ. നമുക്കിവിടെ ഓൾമോസ്റ്റ് ഒരു 8%, 8.5% ഒക്കെ. നമുക്ക് ഏറ്റവും പീക്കൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൺസർവേറ്റീവ് ആയിട്ട് ഒരു 8% അല്ലെങ്കിൽ ഒരു 7.5% ഈ ഒരു റീജിയൻ വരെ പിടിച്ചാൽ മതി. 7.5% ആയിട്ട് നിങ്ങളുടെ ടാർഗറ്റിനെ കണ്ടാൽ മതി. ഞാനൊക്കെ എൻ്റെ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാലും നോർമലി ഒരു നല്ല ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5-6%, 5% ഒക്കെ തെറ്റില്ലാത്തൊരു ടാർഗറ്റാണ്. ഇനിയിപ്പോൾ 7%, 8% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സേഫായിട്ട് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് 5%, 4% അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണോ അവിടെ എക്സിറ്റ് ചെയ്യാം കംഫർട്ടബിളി. ഒരുവിധ ടെൻഷനും ഇല്ലാതെ എക്സിറ്റ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു ട്രേഡിൽ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻട്രി എടുത്ത പോയിന്റ് നിന്ന് പിന്നെ താഴോട്ട് പോയിട്ടില്ല. കണ്ടിന്യൂസ് ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കൽ പോലും റെഡ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ റയർ കേസാണ്. എന്നാലും ഇത്തവണ ഈ ഒരു ട്രേഡിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇന്ന് തേഴ്സ്ഡേ ഞാൻ എൻ്റെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. സ്ക്വയർ ഓഫ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 2280 ആ റീജിയനിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റൊക്കെ ഓൾറെഡി അച്ചീവ് ആയി കഴിഞ്ഞു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഇത് അടുത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ എന്നാലും സ്ക്വയർ ഓഫ് ചെയ്തു. വെറുതെ എന്തിനും റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ, നമ്മുടെ സ്റ്റഡി കറക്റ്റായ പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് താഴ്ന്നിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ 2300 പോയിന്റിൽ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് നമ്മുടെ ഈ ഒരു സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറാനുണ്ടായി. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 1% കൂടി നമുക്ക് നോക്കാം എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന്. ഓൾമോസ്റ്റ് ഒരു 1% അല്ല കേട്ടോ, ഒരു 2.5% കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തു. എൻ്റെ ടാർഗറ്റൊക്കെ എത്തി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ട്രേഡിലെടുത്തത്. അപ്പോൾ ട്രേഡ് എടുത്തതിൻ്റെ കാര്യം ഒരു റീസൺ ഞാൻ പറഞ്ഞു തന്നു, സോണിൻ്റെ ഉള്ളിലായിരുന്നു എന്നുള്ള റീസൺ പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തെ റീസൺ ഞാൻ പറഞ്ഞുതരാം, വോളിയാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ 2 വൈറ്റ് ലൈൻസ് ആയിരുന്നു നമ്മുടെ സോണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴായിരുന്ന വോളി ഒന്ന് നോക്കിയേ. മറ്റ് ദിവസങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 3-4 ഇരട്ടി വോളി ഉണ്ട്. അപ്പം അത്രയും സ്ട്രോങ്. ഒന്നിനെങ്കിൽ വളരെ വലിയ ബിഗ് പ്ലെയേഴ്സൊക്കെ ഒന്നിച്ച് ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും വോളിയം വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ച് നോക്കിയേ, ഇത്ര വലിയ ബിഗ് പ്ലെയേഴ്സ് ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ അവരെന്തായാലും ലോസിൽ വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ വോളിയം ഒന്നില്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് കുറേ അധികം സ്റ്റോക്ക് മേടിക്കുന്നുണ്ടാവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വലിയ നല്ല ന്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മേടിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു വോളിയം കാണാനായിട്ടുള്ളൊരു ചാൻസ് എനിക്ക് തോന്നുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFCയുടെ ഏർണിങ്സ് അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏർണിങ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഏർണിങ്സിൻ്റെ റിസൾട്ട് നല്ലതായതുകൊണ്ടാവാം ഇത്രയ്ക്ക് വലിയൊരു വോളിയത്തിൽ കുറേ അധികം ആൾക്കാർ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടാവുക. കാരണം അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നന്നായതുകൊണ്ടായിരിക്കും ഇത്ര വലിയൊരു വോളിയത്തിലൊരു സ്പൈക്ക് നമ്മൾ കണ്ടത്. എന്തായാലും നമ്മുടെ സോണിനെ കംഫർട്ടബിളി ബ്രേക്ക് ചെയ്തു. നവംബർ 3-ാം തീയതി ആയപ്പോൾ അതായത് അടുത്ത ദിവസം ഈസി ആയിട്ട് ഈ നമ്മുടെ സോണിനെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്തു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ ഫോൾസ് ബ്രേക്ക് ഔട്ടാണ്. ഇത് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ റീസൺ. വോളിയം വന്നു, അതാണ് രണ്ടാമത്തെ റീസൺ. അതിൻ്റെ റീസണും എന്തുകൊണ്ടാണ് ആ വോളിയം വന്നത് എന്ന് നമ്മുടെ ഒരു ലോജിക്കിൽ ചിന്തിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ RSI ഒന്ന് നോക്കിയേ. RSI ഹൈലി ബുള്ളിഷ് ആയിട്ടാണ് ഈ ഒരു റീജിയനിൽ, അതായത് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത ആ ഒരു ടൈം പോയിന്റിൽ ഉണ്ടായിരുന്നത്. RSI 70യുടെ മുകളിലാണ്, അതായത് വെരി ബുള്ളിഷ് ആയിട്ടാണ് RSI കാണിക്കുന്നത്. ബുള്ളിഷ് അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ടേമിൽ പറയും ഓവർ ബോട്ടായിട്ടാണ് കാണിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഓവർ ബോട്ടായിട്ടുള്ളൊരു സ്റ്റോക്ക് ഷോർട്ട് ചെയ്യുന്നത് മണ്ടത്തരാണെന്ന്. കാരണം ആ ഓവർ ബോട്ടായിട്ടും കണ്ടിന്യൂസ്ലി ആ ഒരു ഓവർ സോണിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ RSI ഓവർ ബോട്ടാണ് പറയുന്നത്, അപ്പോൾ ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യരുത്. ആ ഓവർബോട്ട് സോണിൽ കുറേ നേരം ചിലപ്പോൾ RSI സസ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഒരു ലോജിക്കാണ് എടുത്തത്. RSI ഓവർബോട്ടാണ്, എങ്കിലും ഓവർബോട്ടിൽ കുറേ നേരം നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കണ്ട്, അതും കൂടാതെ മാർക്കറ്റ് കണ്ടീഷൻ കൂടി അനലൈസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് അതായത് നവംബർ 9 എന്ന് പറഞ്ഞാൽ ആ ഒരു സോൺ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ വരെ RSI ഓവർബോട്ട് സോണിലാണ് നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് താഴോട്ട് വന്നു, തിരിച്ചൊരു ഓവർബോട്ട് സോണിലേക്ക് വീണ്ടും കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു RSI ആ ഒരു റീജിയനിൽ കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോൺ ബ്രേക്ക് ചെയ്തു, ഹൈ വോളിയം കണ്ടു, വോളിയത്തിൻ്റെ കൂടെ ഒരു ന്യൂസ് കൂടി അതിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെയുള്ള കാര്യം RSIയുടെ ബുള്ളിഷ്നെസ് ആണ്. പിന്നെ നാലാമത്തെ റീസൺ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷനാണ്. ഈ നിഫ്റ്റി ഇപ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കാറ് മാതിരിയാണ് പോകുന്നത്. അതായത് ഒരുവിധ എന്താ പറയുക, ഒരു വീക്ക്നെസ്സും കാണിക്കാതെയായിരുന്നു ഇത്രയും ദിവസം. ഇന്നലെ കുറച്ച് വീക്ക്നെസ് കാണിച്ചു തുടങ്ങി. ഇന്നിപ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് ഒതുങ്ങിയെന്ന് പറയാം. കാരണം ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. ഒരു 12,650, 600ഉം 700ൻ്റെ ഇടയിലാണ് നിന്നിട്ടുള്ളത്. അതായത് ഒരു 50-60 പോയിൻ്റ് ഗ്യാപ്പിലാണ് ഇന്ന് നിഫ്റ്റി നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്ന് സ്റ്റേബിളായി നിഫ്റ്റി. ഇതുവരെ ഹൈലി ബുള്ളിഷ് ആയിരുന്നു നിഫ്റ്റി, ഭയങ്കര നീങ്ങി. ഇപ്പോൾ പത്രത്തിലൊക്കെ ബുള്ളിൻ്റെ പടമൊക്കെ വെച്ചിട്ട് വലിയ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സകല സ്ഥലത്തും. ഏത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ മാർക്കറ്റ് ഗ്രൂപ്പുകൾ എടുത്താൽ എല്ലായിടത്തും വലിയ ബുള്ളിൻ്റെ പടവും വലിയ പച്ച ക്യാൻഡലിൻ്റെ പടമൊക്കെ ആയിരുന്നു എല്ലായിടത്തും കാണാനുണ്ടായിരുന്നു.
അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ ഹൈലി ബുള്ളിഷ് ആയിരുന്നു മാർക്കറ്റ് മൊത്തത്തിൽ. അതായത് മറ്റേ ഫൈസർ വാക്സിൻ കൊണ്ടുവന്നെന്നുള്ളൊരു ന്യൂസ് കാരണം ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റീസൺസ് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്ത് പറയാം. മാർക്കറ്റ്സ് വളരെ ബുള്ളിഷ് ആയിരുന്നു. നമ്മുടെ HDFC ഒരു സോൺ ബ്രേക്ക് ചെയ്തു, സോൺ സസ്റ്റെയിൻ ചെയ്തു. പിന്നെ RSI ഹൈലി ബുള്ളിഷ് ആയിരുന്നു. അതും കൂടാതെ വലിയൊരു വോളിയത്തിൻ്റെ സ്പൈക്ക് കണ്ടു. അതിൻ്റെ റീസൺ നമുക്ക് തോന്നുന്നത് ഈ ഒരു ഏർണിങ്സ് കാരണം, അതുപോലെ തന്നെ ഈ ഒരു ഫൈസറിൻ്റെ വാക്സിൻ്റെ ന്യൂസ് കാരണം ആവുമെന്ന് നമുക്ക് തോന്നുന്നു. അതാണ് നമ്മുടെ ഒരു അനാലിസിസിൽ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ HDFCൻ്റെ ട്രേഡ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.